വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനം ആഘോഷപൂർവ്വം നടന്നുവല്ലോ. അതിൽ സ്ഥലം MP ശ്രീ ശശി തരൂരും അതുപോലെ തന്നെ വിൻസെന്റും ഒക്കെ പങ്കാളികളാകുകയും ചെയ്തു. 17 പേരുടെ പട്ടികയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാത്രമാണ് പങ്കെടുക്കാതെ മുങ്ങിക്കളഞ്ഞത്. അത് നാണക്കേട് കൊണ്ടാണ്. എന്നിട്ട് ആദ്യം പറഞ്ഞത് എന്താണ്? പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചില്ല എന്നായിരുന്നു കോൺഗ്രസിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും പരാതി. എന്നിട്ട് തുറമുഖ മന്ത്രി VN വാസവൻ അദ്ദേഹത്തിന്റെ ലെറ്റർ ഹെഡിൽ ക്ഷണിച്ചപ്പോൾ, കത്ത് കൊടുത്ത് താങ്കൾ വരണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ പറഞ്ഞത് എന്താണ്? എവിടെ വരണമെന്നോ എന്തിനു വരണമെന്നോ പറഞ്ഞിട്ടില്ല, പ്രസംഗിക്കുന്ന കാര്യം സൂചിപ്പിച്ചിട്ടില്ല. ഇത് കേന്ദ്ര സർക്കാരിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് നമുക്കറിയാം. അവിടെ സംസാരിച്ച ആളുകളൊക്കെ കണ്ടല്ലോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, തുറമുഖ മന്ത്രി VN വാസവൻ. ഈ 3 പേർക്ക് മാത്രമാണ് സംസാരിക്കുവാനുള്ള അനുമതി ഉള്ളത്. ഗവർണർ അലേക്കർ പോലും അവിടെ സംസാരിക്കാൻ അനുമതിയില്ലാതെ കാഴ്ചക്കാരനായി ഇരിക്കേണ്ടി വന്നു. അങ്ങനെയാണ് അതിൻ്റെ പ്രോട്ടോകോൾ. പിന്നെ ക്ഷണിക്കപ്പെടേണ്ടത് ആരൊക്കെയാണ് എന്ന് തീരുമാനിക്കേണ്ടത് സംസ്ഥാനം ലിസ്റ്റ് കൊടുത്താലും പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ പ്രോട്ടോകോൾ അനുസരിച്ച് ആരൊക്കെ വേണമെന്ന് നിശ്ചയിക്കേണ്ട ചുമതല കേന്ദ്രത്തിനാണ്. അവരാണ് ആളുകളെ, കേരളം കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്ന് ആളുകളെ നിശ്ചയിക്കുന്നത്. അങ്ങനെ കേരളം കൊടുത്ത ലിസ്റ്റിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവിന് ക്ഷണിക്കാൻ കേന്ദ്രത്തിന്റെ അനുമതിയും കിട്ടി. പക്ഷേ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നില്ല. ഇനി ഇവർ ചെയ്യുന്നത് എന്താണ്? ശശി തരൂര് ഒരു വാർത്താ സമ്മേളനം നടത്തി. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പദ്ധതിയുടെ വേഗം കൂട്ടി, അനുമതി കിട്ടി, അല്ലെങ്കിൽ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തി, DPR നടത്തി, 90% സ്ഥലമേറ്റെടുത്തു, അദാനി പോർട്ടുമായി കരാറിൽ ഒപ്പുവെച്ചു, അതെല്ലാം ഉണ്ട്. പക്ഷേ പിന്നീട് വന്ന സർക്കാർ പല പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് നിശ്ചയദാർഢ്യത്തോടു കൂടി മുന്നോട്ട് പോയത് കൊണ്ടാണ് വിഴിഞ്ഞം കമ്മീഷനിങ് ഇന്ന് സാധ്യമായത്. അത് ശശി തരൂർ തുറന്നു പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശനും K സുധാകരനും എന്തിന് ഷാഫി പറമ്പിലും ആളുകൾ പറഞ്ഞു നടക്കുന്ന എന്താണ്? പിണറായി വിജയനോ പിണറായി സർക്കാരോ യാതൊന്നും ചെയ്തിട്ടില്ല, അവർ ഇതിന് തുരങ്കം വയ്ക്കുകയാണ് ചെയ്തത്. അവർ തുരങ്കം വച്ചിരുന്നുവെങ്കിൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാകില്ലല്ലോ. അവർ അദാനി ഗ്രൂപ്പിന് സമയം കൊടുത്തു, ആവശ്യത്തിന് സമയം കൊടുത്തു. പദ്ധതി നിർത്തിവെക്കണമെന്ന് ഒരു കാലത്തും CPM ഇടതുമുന്നണിയോ ആവശ്യപ്പെട്ടിട്ടില്ല. അന്ന് ദേശാഭിമാനി എന്നാണ് ഇത് റിയൽ എസ്റ്റേറ്റ് കൊള്ളയാണെന്ന് എഴുതി അതേ പേജിൽ തന്നെ, അതേ ഫ്രണ്ട് പേജിൽ തന്നെ ഒരു കോളം വാർത്തയുണ്ട്. എന്തുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത്, CPM ഇതിനെ ഇക്കാര്യങ്ങൾ തിരുത്തണമെന്ന് ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട്. കാരണം ദൈർഘ്യമേറിയ കാലത്തേക്കുള്ള പാട്ടക്കരാർ അതൊക്കെ പിന്നെ പരിഷ്കരിച്ചാണ് കേരളത്തിന് അനുകൂലമായ സാഹചര്യത്തിൽ. ഇനിയിപ്പോൾ കുറച്ച് വർഷങ്ങൾ കൂടി 2037 കൂടി കേരളത്തിന് വരുമാനം ലഭിച്ചു തുടങ്ങും. ആ തരത്തിലേക്ക് പദ്ധതിയുടെ കരാറൊക്കെ പുതുക്കിയാണ് ഇടതുമുന്നണി സർക്കാർ മുന്നോട്ട് പോയത്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ തർക്കമൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി പറയാൻ പോകുന്നത് എന്താണ്? ശശി തരൂര് പിണറായി സർക്കാരിനെ വീണ്ടും പുകഴ്ത്തുന്നു. പിണറായി സർക്കാരിന് പ്രതിപക്ഷ നേതാവ് പോലും ബഹിഷ്കരിച്ച പരിപാടിയിൽ ശശി തരൂർ പങ്കെടുക്കുന്നു. ഹൈക്കമാൻഡ് തരൂരിനെതിരെ നടപടിയെടുക്കണം. ഇതാണ് കോൺഗ്രസിന്റെ വാദം, VD സതീശന്റെ പക്ഷം. VD സതീശൻ പറയുന്നത് വിൻസെന്റ് കാണിച്ച മര്യാദയുണ്ട്. എന്താണ്? ഉമ്മൻചാണ്ടിയുടെ ശവക്കല്ലറയിൽ പോയി പ്രാർത്ഥിച്ചു. താങ്കളുടെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നു, താങ്കൾ അനുഗ്രഹിക്കണമെന്ന് വിൻസെന്റ് പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പോയി പ്രാർത്ഥിച്ചു. അതുപോലെയെങ്കിലും തരൂരിന് ചെയ്യാമായിരുന്നു. തരൂർ അതൊന്നും ചെയ്തില്ല. തരൂര് വികസനത്തെക്കുറിച്ച് വാചാലനായി പിണറായി സർക്കാരിനെ അഭിനന്ദിച്ചു. അതുകൊണ്ടാണ് പറയുന്നത്, പിണറായി സർക്കാരിന് കുഴലൂത്ത് നടത്തുന്ന തരൂരിനെതിരെ ഹൈക്കമാൻഡ് നടപടിയെടുക്കണം. നേരത്തെ ഒരിക്കൽ തരൂരിനെതിരെ നടപടി വന്നതാണ്. അത് മോദിയെ സ്തുതിച്ചതിനാണ്. മോദിയെ സ്തുതിച്ചതിന് തരൂരിനെ ഡ്രാഫ്റ്റ് കമ്മിറ്റിയിൽ നിന്നും ഹൈക്കമാൻഡ് പുറത്താക്കി. തരൂരിന് പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഉണ്ടായില്ല. തരൂരിന്റെ ശിക്ഷ കുറഞ്ഞു പോയെന്ന് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ബഹളം വയ്ക്കുകയും ചെയ്തു. അത് ഞാനൊരു വാർത്ത ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും ബഹളം വയ്ക്കുകയാണ്. വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടന സമയത്ത്, കമ്മീഷനിങ് സമയത്ത് മോദിക്കൊപ്പവും പിണറായി വിജയനൊപ്പവും വേദി പങ്കിട്ട ശശി തരൂരിനെതിരെ കടുത്ത അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ഹൈക്കമാൻഡ് തയ്യാറാകണമെന്ന്. ആലോചിച്ചു നോക്കുക, നാണക്കേട് എത്രമാത്രമാണ് ഇവർ ക്ഷണിച്ചു വരുത്തുന്നതെന്ന്. ഇതിന് പഴഞ്ചൊല്ല് പറയാൻ ഒരുപാട് പഴഞ്ചൊല്ലുകളുണ്ട്, അതുകൊണ്ട് അതൊന്നും ഞാൻ ഓർപ്പിക്കുന്നില്ല. ഏതായാലും VD സതീശൻ പങ്കെടുക്കാത്തത് കേരളത്തിലെ കോൺഗ്രസ്സുകാരോടും കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന ആളുകളോടും ചെയ്ത നീതികേടാണ്. കാരണം പ്രതിപക്ഷ നേതാവിന് അവിടെ ഒരു ഇരിപ്പിടമുണ്ട്. 17 പേരിൽ ഒരാൾ പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവ് അവിടെ പങ്കെടുക്കാതെ കൊതിക്കറിവ് കാണിച്ച് ഈ സ്കൂൾ പിള്ളേർ പോലെ, അതായത് തീരെ അറിവില്ലാത്ത, സാമൂഹിക ബോധമില്ലാത്ത നിലവാരത്തിലുള്ള ആളുകൾ പെരുമാറുന്നത് പോലെ. അതുകൊണ്ടാണ് സ്കൂൾ കുട്ടികൾ എന്ന് പറയുന്നത്. സ്കൂൾ കുട്ടികൾക്ക് ഒരുപക്ഷെ എങ്കിൽ ഇവരെക്കാളുമൊക്കെ സാമൂഹിക ബോധവും ഔന്നത്യവും ഉണ്ടാകാനാണ് സാധ്യത. കാരണം ഇന്നത്തെ കുട്ടികൾ അത്രമാത്രം അഡ്വാൻസ്ഡ് ആണ്. ഈ VD സതീശനൊക്കെ കൊതിക്കറിവ് തീർത്ത് എന്ത് ചെയ്തു? പരിപാടിയിൽ പങ്കെടുക്കാതെ മാറി നിന്നു. അത് പ്രതിപക്ഷത്തിന് തന്നെ അപമാനമാണ്. പ്രതിപക്ഷത്തിന് മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസിനെയും കോൺഗ്രസ് നേതാക്കളെയും ഇഷ്ടപ്പെടുന്ന ജനങ്ങളോടുള്ള വെല്ലുവിളി കൂടിയാണ് സതീശൻ ഏറ്റെടുത്തത്. സതീശൻ വെല്ലുവിളിയാണ് സതീശൻ ചെയ്തു വെച്ചത്. സതീശൻ മറ്റൊന്നും ചെയ്തതാണ് ഞാൻ പറഞ്ഞത്, തരൂരിനെതിരെ നടപടി വേണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം.
ആലോചിച്ച് നോക്കുക, എന്തൊരു നാണക്കേടാണ് ഇരന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് ഇവർ പറയുന്നത് വിരുദ്ധ വികാരം കേരളത്തിൽ സജീവമാണ്, ഇങ്ങോട്ട് വരട്ടെ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ വലിയ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുമെന്ന്. ഈ എല്ലാ അവസരങ്ങളും പാഴാക്കി അനവസരത്തിലുള്ള വിവാദങ്ങളിൽ ചെന്ന് ചാടി പാർട്ടിയെ നാണം കെടുത്തി എന്തെങ്കിലും നല്ലത് പറയുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ വികസനത്തിനൊപ്പം നിൽക്കുന്ന നേതാക്കളെ താറടിച്ച് കാണിച്ച് അവർക്കെതിരെ നടപടി കുറഞ്ഞുപോയെന്ന് വാദിച്ച് അവർക്കെതിരെ ഇനിയും നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് മുന്നോട്ട് പോകുന്ന സതീശനാണ് പ്രതിപക്ഷ നേതാവെങ്കിൽ, അല്ലെങ്കിൽ സതീശനാണ് പ്രതിപക്ഷത്തിരുന്ന് പാർട്ടിയെ ഈ തിരഞ്ഞെടുപ്പ് ഗോതകളിലേക്ക് നയിക്കുന്നതെങ്കിൽ എന്ത് വിജയമാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്? ആകെ നാണം കെടുത്തുന്ന പ്രവൃത്തിയായി പോയി വി ഡി സതീശൻ ചെയ്തത്. തരൂരിനെതിരെയുള്ള കടന്നാക്രമണവും വി ഡി സതീശന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് വളരെ വലിയ അപമാനമാണ് പാർട്ടിക്ക് നേടിക്കൊടുത്തത് എന്ന പൊതുവികാരമാണ് കോൺഗ്രസ് പ്രവർത്തകർക്കും അതുപോലെ തന്നെ കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കും ഉള്ളത്.